ഗോപിയും നിഷയും അടുത്തടുത്ത വീടുകളിൽ ആയിരുന്നു താമസിച്ചിരുന്നത്. അവർ കളിക്കൂട്ടുകാർ ആയിരുന്നു. നിഷയുടെ അമ്മ ഗോപിയുടെ അമ്മ യശോദയെ സഹായിക്കാൻ എന്നും അവരുടെ വീട്ടിലേക്ക് പോവാറുണ്ട്. അമ്മയോടൊപ്പം അവൾ സ്ഥിരമായി അവിടെ പോയിരുന്നു. പണക്കാരനായ ഗോപികക്ക് വീട്ടിൽ വരുന്നവർ ധാരാളം മിഠായികളും കളിക്കോപ്പുകളും കാശും എല്ലാം കൊടുത്തിരുന്നു. അതിൽ ഒരോഹരി അവൻ അവൾക്കായി മാറ്റിവെച്ചു. ഗോപിയുടെ പിതാവ് എല്ലാവിധ ദുശ്ശീലങ്ങളുടെയും കലവറയാണ്. ഇട്ട് മൂടാനുള്ള പണം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ആരെയും പേടിയില്ലായിരുന്നു. അവൻ്റെ അമ്മ യശോദ ഒരു പാവം സ്ത്രീയാണ്. ജാനു, നീ നാളെ പണി കഴിഞ്ഞു പോവുമ്പോൾ എനിക്ക് തുന്നാനുള്ളത് ആ ഭവാനിയുടെ അടുത്ത് കൊടുക്കണേ. അതെന്തിനാ? ഞാൻ പോവുമ്പോൾ കൊണ്ടുപോവാലോ ചേച്ചി. നീ നിനക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു കൊണ്ടുപോയിക്കോളൂ ട്ടോ. ഇനി അവിടെ പോയി വെക്കാൻ നിൽക്കണ്ടട്ടോ. അതൊന്നും സാരമില്ല ചേച്ചി. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. മോളെ, നീ ഇവിടെയാ? വേഗം വാ, പോവാം. കുട്ടൻ്റെ അച്ഛൻ വരുമ്പോൾ നമ്മളെ കാണണ്ട. അമ്മേ, ഞാൻ ഇതാ വന്നു. ഗോപിക കുട്ടാ, ഞാനോ പോവാട്ടോ. നാളെ കാണാം. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് ഒരു പൊതി അവളെ ഏൽപ്പിച്ച ശേഷം അകത്തേക്ക് നടന്നു. അവൻ കൊടുത്ത കടലാസ് പൊതി അയച്ചു നോക്കി. മനോഹരമായ ഒരു വാച്ച് ആയിരുന്നു. അമ്മേ, നോക്കി, ഗോപിക കുട്ടൻ തന്നതാ. വേണ്ടായിരുന്നു മോളെ. ആര് തന്നാലും ഇങ്ങനെ വാങ്ങരുത്, കേട്ടല്ലോ. നാളെ ഇത് തിരികെ കൊടുക്കണം. നമുക്ക് അർഹതയില്ലാത്ത ഒന്നും വാങ്ങരുത്. അവൾ ആ സമ്മാനം നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ആ കണ്ണുകൾ നിറഞ്ഞു തൂങ്ങി. അവൾക്ക് അത്രയും ഇഷ്ടമായിരുന്നു ഗോപികയെ. ആ സമ്മാനം തിരിച്ചു കൊടുത്താൽ അവന് അവളോട് പിണങ്ങിയാലോ? അതായിരുന്നു അവളുടെ സങ്കടം. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു കൊണ്ടിരുന്നു. അവർ രണ്ടുപേരും വലുതായി. നിഷയുടെ അമ്മയ്ക്ക് ജോലിക്ക് പോവാൻ വയ്യാതെയായി. പകരം അവളാണ് പോയിരുന്നത്. അതോടെ അവളുടെ പഠനവും നിലച്ചു. അത് ഗോപികയ്ക്ക് വല്ലാതെ വിഷമമായി. അമ്മേ, നിഷയും എൻ്റെ കൂടെ പഠിക്കാൻ വന്നോട്ടെ. ഗോപികുട്ടാ, നീ എന്താ ഒന്നും അറിയാത്ത പോലെ? നിന്റെ അച്ഛൻ അറിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. അമ്മ, അവൾ ചെറിയ കുട്ടിയല്ലേ, ജോലിക്ക് വരേണ്ട എന്ന് അമ്മയ്ക്ക് പറഞ്ഞൂടെ? ഗോപികുട്ടാ, നീ വലിയ കാര്യത്തിലൊന്നും തലയിടണ്ടട്ടോ. അവൻ ദൂരെയുള്ള ഒരു സ്കൂളിൽ +1 ചേർന്നു. അവിടെ ചെന്നപ്പോൾ മാത്രമാണ് തനിക്ക് നിഷയോട് വെറും ഒരു ഇഷ്ടമല്ല, മറിച്ച് പ്രണയമാണെന്നവർ തിരിച്ചറിയാൻ തുടങ്ങിയത്. ദിവസങ്ങൾക്ക് ഒച്ചിൻ്റെ വേഗമേയുള്ളൂവെന്ന് അവന് തോന്നി. വളരെ പരിഷ്കാരികളായ സുന്ദരിയായ ധാരാളം പെൺകുട്ടികളെ അവിടെ കണ്ടെങ്കിലും തൻ്റെ നിഷയെ ഒരു നേരവും മറക്കാൻ അവനായില്ല. വീട്ടിലേക്ക് അമ്മയെ വിളിക്കുമ്പോൾ അവളുടെ വിവരങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് തീരെ വയ്യാതെയായി. അമ്മേ, എന്താണ് അമ്മയ്ക്ക്? ഞാൻ വന്നോട്ടെ? പരീക്ഷ കഴിഞ്ഞ് വന്നാൽ മതി. നിഷ വരാറുണ്ട് അമ്മേ. ഇല്ല, അവളിപ്പോൾ ഇങ്ങോട്ട് വരാറില്ല. അതെന്തേ അമ്മേ? അമ്മ അന്വേഷിച്ചോ? നീ ഇപ്പോൾ നന്നായി പഠിക്കും മോനെ. അമ്മ ഒന്ന് കിടക്കട്ടെ. അതും പറഞ്ഞ് അമ്മ ഫോൺ ഓഫാക്കി വെച്ചു. എങ്ങനെയോ പരീക്ഷ എഴുതി ഗോപി നാട്ടിലേക്ക് മടങ്ങി. അമ്മയെ കണ്ടപ്പോൾ അവന് വല്ലാത്തൊരു നമ്പരം തോന്നി. ഞാൻ പോവുമ്പോൾ എന്തു ഉഷാറായിരുന്നു. നടന്ന ആളാണ്. അമ്മയോട് വിവരം പറഞ്ഞ് അവന് നിഷയുടെ വീട്ടിലേക്ക് നടന്നു. പൊളിഞ്ഞു വീഴാറായ നിലയിൽ ഒരു പഴയ ഓടിട്ട ചെറിയ വീട്ടിലാണ് നിഷയും അമ്മയും താമസിച്ചിരുന്നത്. വീട്ടിൽ ആളനക്കമൊന്നും കണ്ടില്ല. അവൻ വീട്ടുമുറ്റത്ത് നിന്നു. ചേച്ചി എന്ന് വിളിച്ചു നോക്കി. അപ്പോൾ അവളുടെ അമ്മ ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു. ഗോപിക്കുട്ടാ, നീ എപ്പോഴാ വന്നത്? ഞാൻ കുറച്ച് നേരമായി. എവിടെ അവൾ? അവർ അകത്തേക്ക് നടന്നു. എന്നിട്ട് ഒരു കവറുമായി മടങ്ങി വന്നു. ഇത് മോൻ വന്നാൽ തരാൻ എന്ന് പറഞ്ഞിരുന്നു. അവൾ പോയി. പോയോ? എവിടേക്ക്? എല്ലാം അതിലുണ്ട് മോന്. വേഗം പൊയ്ക്കോളൂ. അച്ഛൻ കാണണ്ട ഇവിടേക്ക് വന്നത്. അവൻ്റെ കയ്യിലിരുന്ന ആ കടലാസ് വിറകൊണ്ട് അവനത് നിവർത്തി വായിച്ചു. ഗോപിക്കുട്ടാ, മടങ്ങി വരുമ്പോൾ എന്നെ അന്വേഷിച്ചു വന്നാൽ ഈ എഴുത്ത് തരാൻ അമ്മയോട് പറഞ്ഞിരുന്നു. എന്നെ തിരക്കി വരാൻ ആകെ ഗോപിക്കുട്ടൻ മാത്രം കാണൂ. അക്ഷരങ്ങൾ വായിക്കാൻ കഴിയാത്ത വിധത്തിൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു.
ദൂരേക്ക് പോയപ്പോഴാണ് ശരിക്കും എനിക്ക് എൻ്റെ ഇഷ്ടം തുറന്ന് പറഞ്ഞില്ലേ എന്ന് തോന്നിയത്. പിന്നീട് വരുന്നതും കാത്തിരുന്ന് ഇടയ്ക്ക് അവിടെ അമ്മയ്ക്ക് വയ്യാതെയായി. എന്നോട് അവിടേക്ക് വരാൻ ആളെ വിട്ടു. അവിടെ ചെന്നപ്പോഴാണ് അമ്മയല്ല ഗോപിക്കുട്ടൻ്റെ അച്ഛനാണ് എന്നെ വിളിപ്പിച്ചത് എന്ന് മനസ്സിലായത്. അച്ഛന് മുന്നിൽ ഏറെ നേരം പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞു ഗോപിക്കുട്ടൻ്റെ പെണ്ണാണെന്ന്. മകളുടെ പ്രായമേയുള്ളൂ, വെറുതെ വിടാൻ കാല് പിടിച്ചു യാചിച്ചു. ഒരുപാട് തവണ അയാൾ എന്നെ ഉപദ്രവിച്ചു. എന്നാലും ഞാൻ ഈ നാട് വിട്ട് എവിടെയെങ്കിലും പോയി പണിയെടുത്ത് എൻ്റെ അമ്മയെ നോക്കണമെന്ന് വിചാരിച്ചു, എല്ലാം മറക്കാനും. പക്ഷേ മാസമൊന്ന് കഴിഞ്ഞപ്പോൾ ആ സത്യം മനസ്സിലായി. ഞാൻ ഗോപിക്കുട്ടൻ്റെ കൂടപ്പിറപ്പിനെ വയറ്റിൽ ചുമക്കുന്നു. പിന്നീട് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. യാത്ര പറയാൻ തീരുമാനിച്ചു. ഈ ലോകത്തോട് ഗോപിക്കുട്ടനോടും വിട. വായിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകളിൽ കനലൊരിഞ്ഞു. ജന്മം കൊടുത്ത ആ നികൃഷ്ട ജീവിയെ കൊല്ലാനുള്ള ഇറയിലാണ് അവൻ വീട്ടിലേക്ക് നടന്നത്. അവിടെ ചെന്നപ്പോൾ ചോരയിൽ കുളിച്ച് പിടയുന്ന അച്ഛനെയും കയ്യിൽ കത്തിയുമായി അമ്മയും. അമ്മേ, അവൻ ആരെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അമ്മയ്ക്കറിയാമെല്ലാം. നിന്റെ കയ്യിൽ ചോര പുരളാതിരിക്കാൻ അമ്മയ്ക്കിതേ മാർഗമേ ഉണ്ടായുള്ളൂ. മോൻ പഠിക്കണം, അമ്മ തിരികെ വരും. റിഷാൻ കളിക്കളത്തിലൊന്നും ഒന്നാമനായിരുന്നു. ഇന്ന് അവൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അവൻ്റെ ചിന്തകൾ വർഷങ്ങൾക്കപ്പുറത്തേക്ക് യാത്ര തിരിച്ചു. കോരിച്ചൊരിയുന്ന ആ മഴ ഓർമ്മകൾ ഒന്നൊയ്യാതെ അവൻ്റെ മനസ്സിൽ തുറന്നിട്ട ജാലകത്തിലൂടെ പോലെ കടന്നുപോയി. സ്കൂളിൽ നിന്നും ഓടി വരുമ്പോൾ തൻ്റെ വീടിന് മുന്നിൽ ആൾക്കൂട്ടം കണ്ടപ്പോൾ 8 വയസ്സുള്ള ബാലൻ കൗതുകം മാത്രമായിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്നും ആരൊക്കെയോ തൻ്റെ നേരെ വിരൽ ചൂണ്ടുന്നത് ഓട്ടത്തിനിടയിൽ കണ്ടിരുന്നു. അതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് വേഗം നടന്നു നീങ്ങി. ആരോടൊക്കെയോടാ റിസാനെ, ഇപ്പം ഇജ്ജ് അങ്ങോട്ട് പോവേണ്ട എന്നെല്ലാം പറയുന്നത് കേൾക്കുമായിരുന്നു. ഞാനതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് പോയി. അവിടെ നിർത്തിയിട്ട പോലീസ് ജീപ്പിനടുത്ത് മയത്ത് വിറക്കുന്ന കൈകളിൽ കത്തിയുമായി എല്ലാവരുടെയും ഉച്ചത്തിൽ ചീത്ത വിളിക്കുന്ന തൻ്റെ ഉമ്മ. അവന് തൻ്റെ കണ്ണുകൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചൂടിയിരുന്ന കുട ദൂരേക്ക് വലിച്ചെറിഞ്ഞ് താൻ മഴയിലൂടെ ഉമ്മയുടെ അടുത്തേക്ക് ഓടിക്കൊണ്ടിരുന്നു. കുഞ്ഞി വിളിച്ചു ഓടി. ആരൊക്കെ അടുത്തെത്തും മുന്നേ എന്നെ പിടിച്ചു മാറ്റി. എൻ്റെ ശബ്ദം കേട്ടിട്ടാവണം കുഞ്ഞിയുടെ ശ്രദ്ധ ഒരു നിമിഷം മാറിക്കാണും. ഉമ്മയെ ബലമായി പിടിച്ച് കത്തി വാങ്ങി ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി. ചെക്കന് വന്നത് ജന്മാന്തരം അല്ലേ? ഓള് ഇനിയും ആരേലും ഒക്കെ കുത്തും വെട്ടുമൊക്കെ ചെയ്യും. എപ്പോഴും കുഞ്ഞെ വിളിച്ച് വീട്ടിൽ വന്നിരുന്ന് കഴിക്കാറുള്ള ഹംസാക്കയുടെ ആയിരുന്നു ആ വാക്കുകൾ. തുടർന്ന് പലരും പലതും പറഞ്ഞു. ശരിക്കും എന്താണ് ഉമ്മ കൊണ്ടുപോയതെന്നോ എന്താണ് ഉമ്മ ചെയ്തതെന്നോ ആരും എന്നോട് പറഞ്ഞില്ല. ഞാൻ അകത്തേക്ക് ഓടി. അവിടെ വാവിട്ട് കരയുന്ന ഉപ്പയെ ഉമ്മാമ്മ മടിയിൽ കിടത്തി ആശ്വസിപ്പിക്കുന്നുണ്ട്. ഉപ്പ, ഞാൻ കരഞ്ഞുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ചു. അദ്ദേഹം എന്നെ നോക്കിയതേ സമാധാനിപ്പിച്ചതോ ഇല്ല. 3 ഏട്ടന്മാരുണ്ട് എനിക്ക് വേറെ. അവരൊക്കെ ദൂരെയുള്ള ദർസുകളിൽ പഠിക്കാൻ കൊണ്ടുപോയിരിക്കുന്നു. അവരൊന്നും ഇത് അറിയാനും വഴിയില്ല. ഇനിയിപ്പം പത്രത്തിൽ വരുമോ എന്നും വായിക്കാനുള്ള ഒരു വാർത്ത പോലും എൻ്റെ കുഞ്ഞിയും. ആ ചിത്രം മനസ്സിൽ കണ്ടതുപോലെ ഞാൻ ഞെട്ടി പോയി. ജ്യേഷ്ഠന്മാരെ കാണാനും ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് കരയാനും എൻ്റെ മനസ്സെപ്പോൾ വല്ലാതെ ആഗ്രഹിച്ചു. മറ്റേ മകളെ ഓള് നിർബന്ധിച്ച് കൊണ്ടോക്കിയത് വെറുതെയല്ല. 10 കഴിഞ്ഞാൽ ഒരു ചെക്കന് കൊണ്ടാക്കാലോ. എൻ്റെ അമ്മായിയാണ് അടുത്ത്, ഉപ്പാൻ്റെ പെങ്ങൾ. അവൾക്ക് ഉമ്മയെ പണ്ടേ കൂടണ്ട. എന്തേലും കാരണം കിട്ടാനായി കാത്തു നിൽക്കുകയാണ് അവർ കുത്താൻ. ഉമ്മമ്മ എന്നെ രാവിലെ പോലും കെട്ടിപ്പിടിച്ചതാണ്. എന്താവോ ഞാൻ ചെയ്ത തെറ്റ്. ഇപ്പം ഒരു കനിപ്പിച്ച നോട്ടം. ഉമ്മമ്മ, ഞാൻ അവരെ നോക്കി വിളിച്ചു. എന്താടാ തള്ള കാട്ടിപ്പോയത് ഇച്ചു കണ്ടതല്ലേ? ആ ചെക്കനെ പറഞ്ഞിട്ടെന്താ? ഉമ്മ, ഓളെ പിരാന്തിന് എനിക്ക് ആകെ വട്ടാവുന്നുണ്ടായിരുന്നു.
എൻ്റെ കുഞ്ഞിക്ക് എന്താണ് പറ്റിയത്? ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് ഉറക്കെ കരഞ്ഞ് മുടി പിടിച്ച് വലിച്ച് പറിച്ചു. അത് കണ്ടിട്ടാവണം ഉപ്പ അടുത്തേക്ക് വന്നു. സാരല്ല കുഞ്ഞി, വേഗം വരും, ഇച്ച് ചായ കുടിച്ചേ. ആ കണ്ണുകൾ വീണ്ടും നിറഞ്ഞിരുന്നു. എന്താ ഉപ്പ കുഞ്ഞിക്ക്? ഞാൻ അറിയാനുള്ള ആഗ്രഹത്തോടെ ചോദിച്ചു. ആപ്പാപ്പ ആശുപത്രിയിലാണ്. കുഞ്ഞി എന്തോ പറഞ്ഞ് ഓനെ വെട്ടിയത്. ഞാൻ കേട്ടത് വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് ആ ഇരിപ്പ് തുടർന്നു. ഓർമ്മകളിൽ ഓരോ ദിവസങ്ങളും കടന്നുപോയി. ഒടുവിൽ ആരോ എന്നെ കൊണ്ടുപോയി ചായയും കഴിക്കാൻ ബിസ്ക്കറ്റും തന്നു. ക്ലാസ്സിന് പോലും കുഞ്ഞിയുടെ മണം ഉണ്ടായിരുന്നതായി എനിക്ക് തോന്നി. അതുകൊണ്ടാവണം ആ ചായ എൻ്റെ നെറുകയിൽ കയറി എനിക്ക് ശ്വാസം വിലങ്ങി. ആരോ എൻ്റെ ശിരസിൻ്റെ തട്ടി. എൻ്റെ കുഞ്ഞിനെ പോലെ. വീണ്ടും കരച്ചിൽ നിർത്താനാവാതെ ഞാൻ എണീറ്റ് മുകളിൽ മുറിയിലേക്ക് നടന്നു. കോണി കയറാൻ തുടങ്ങിയപ്പോൾ ഉപ്പ പറഞ്ഞു, ഇപ്പം അങ്ങോട്ട് പോവാൻ പറ്റില്ല, താഴെ എവിടെയും പോയി കിടന്നോ.